നാം എല്ലാം ഇതുവരെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരാൾ ഒരു ഭൂതത്തെ കണ്ടതായി പറയുന്നത്. പക്ഷേ സാധാരണയായി നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഒരു വ്യക്തി മാത്രം ഭൂതത്തെ കണ്ടതായി. ഒരിക്കലും നമ്മൾ കേൾക്കാറില്ല 4-5 പേർ ഒരുമിച്ച് ഭൂതത്തെ കണ്ടതായി. ശരിയല്ലേ? അതിനാലാകാം തുടക്കം മുതൽ തന്നെ മിക്ക ആളുകളും ഭൂതങ്ങളിൽ വിശ്വാസം വയ്ക്കാത്തത്. അതുകൊണ്ട് അതൊരു കഥ മാത്രമായി തന്നെ തുടരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിൽ ഒരാൾ മാത്രം ഭൂതത്തെ കണ്ടിട്ടില്ല. 100-ൽ കൂടുതൽ ആളുകൾ ഒരേ സമയം അത് കണ്ടത് മാത്രമല്ല, സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ കഥ അതിനെക്കുറിച്ചാണ്. ഇത് എത്ര ഭീകരവും ഭയപ്പെടുത്തുന്നതുമായ കഥയാണോ, അതുപോലെ തന്നെ പല മടങ്ങ് ഭയപ്പെടുത്തുന്നത് ഇതിൻ്റെ യഥാർത്ഥ സത്യമാണ്. ഈ കഥയിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ഇന്നുവരെയും ആരും അത് പരിഹരിച്ചിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് 2 സംഭവങ്ങളെയും പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ഹൊറർ, മിസ്റ്റീരിയസ്, ഹിസ്റ്റോറിക് വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഫ്ലൈറ്റ് 401ന്റെ കഥയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ പല ന്യൂസ് ആർട്ടിക്കിൾസിലും ബ്ലോഗുകളിലും കണ്ടിട്ടുണ്ടാകും. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല രഹസ്യങ്ങളും കഥകളുമുണ്ട്. ഇതൊരു വലിയ മിസ്റ്ററിയായി ഇന്നും നിലനിൽക്കുന്നു. ഈ സംഭവത്തിന്റെ യഥാർത്ഥ കഥ ഇങ്ങനെയാണ്. 1972 ഈ ഫ്ലൈറ്റ് ന്യൂയോർക്കിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് യാത്ര തിരിച്ചു. ഈ വിമാനം നിയന്ത്രിച്ചിരുന്നത് 2 ക്യാപ്റ്റന്മാരായിരുന്നു, എൽബർട്ട്, റോബർട്ട്. ഈ 2 പേരും വളരെ പരിചയസമ്പന്നരായിരുന്നു. വിമാനയാനത്തിൽ വലിയ അറിവും അനുഭവവും ഉണ്ടായിരുന്നവർ. അവരിൽ നിന്ന് പിഴവ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അന്നത്തെ ദിവസവും എല്ലാം സാധാരണയായിരുന്നു. വിമാനത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ ലാൻഡ് ചെയ്യാനിരിക്കുകയായിരുന്നു. പക്ഷേ ലാൻഡിങ്ങിന് തൊട്ടു മുൻപ് ക്യാപ്റ്റൻ ശ്രദ്ധിച്ചു, ലാൻഡിംഗ് ഗിയറിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന്. അവർക്ക് തോന്നിയത് ഈ ഗിയർ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അതിന്മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ ലാൻഡിംഗ് സമയത്ത് അത് കേടാകാനോ അല്ലെങ്കിൽ തീ പിടിക്കാനോ സാധ്യതയുണ്ടെന്ന്. എന്നിരുന്നാലും 2 പേരും ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. ഇതെന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ലാൻഡിംഗ് ഗിയർ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അതിനൊരു പരിഹാരം അവർക്ക് കണ്ടെത്താനായില്ല. അവസാനം അവർ വിചാരിച്ചു ഗ്രൗണ്ട് സ്റ്റാഫിനെ അറിയിക്കുന്നതാണ് നല്ലത് എന്ന്. കാരണം അവർക്കാണ് ഇനി സഹായിക്കാൻ കഴിയുക. ആ സമയത്ത് അവർ ഇതിനകം തന്നെ ലാൻഡിംഗ് സ്ഥലത്തിന് വളരെ അടുത്തായിരുന്നു. അടുത്ത ഘട്ടം ലാൻഡ് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് അവർ നേരിട്ട് ഗ്രൗണ്ട് സ്റ്റാഫുമായി ബന്ധപ്പെട്ടു. ഗ്രൗണ്ട് സ്റ്റാഫ് ആദ്യം പറഞ്ഞത് വിമാനം കുറച്ച് ദൂരത്തേക്ക് ഉയരത്തിൽ കൊണ്ടുപോവുക, അതിനുശേഷം അത് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റുക. പൈലറ്റുകൾ അതുപോലെ തന്നെ മാറ്റി, ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റി. ശേഷം ഗ്രൗണ്ട് സ്റ്റാഫ് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ശാന്തമായി ലാൻഡിംഗ് ഗിയർ എങ്ങനെ പുറത്തെടുക്കാം എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് അവർ വീണ്ടും ശ്രമിക്കാൻ തുടങ്ങി. പക്ഷെ ആ ശ്രമത്തിനിടെ ഒരു ക്യാപ്റ്റന്റെ കൈ അബദ്ധത്തിൽ ഓട്ടോ പൈലറ്റിന്റെ ലീവറിൽ തട്ടി. അതോടെ ഓട്ടോ പൈലറ്റ് മോഡ് ഓഫായി. എന്നാൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം ആർക്കും അതറിയാനായില്ല. പക്ഷെ അതേസമയം വിമാനം വളരെ വേഗത്തിൽ നിലത്തേക്ക് താഴേക്ക് പതിക്കുകയായിരുന്നു. ആ വിമാനത്തിൽ 2 പൈലറ്റുകൾ, 10 ഫ്ലൈറ്റ് അറ്റൻഡന്റുകൾ, 163 യാത്രക്കാരും ഉണ്ടായിരുന്നു. വിമാനം അത്ര വേഗത്തിൽ താഴേക്ക് പോകുമ്പോഴും അത് നിയന്ത്രിക്കാൻ അവർക്കായില്ല. അവസാനം ആ വിമാനം തകർന്നു വീണു. കോക്പിറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും തീയിൽ കത്തി മരിച്ചു. 10 ഫ്ലൈറ്റ് അറ്റൻഡന്റുകളിൽ 2 പേർ മരിച്ചു. 163 യാത്രക്കാരിൽ നിന്നും 75 പേർക്ക് മാത്രം ജീവൻ രക്ഷിക്കാനായി. ഇന്നും പറയപ്പെടുന്നത് ഇത് വിമാനയാന ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അപകടങ്ങളിൽ ഒന്നാണ് എന്ന്. ഒരു ചെറിയ പിഴവിന്റെ കാരണമായി ഇത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ യഥാർത്ഥ കഥ ഈ അപകടത്തിന് ശേഷമാണ് തുടങ്ങുന്നത്. കാലം കഴിഞ്ഞതോടെ ഫ്ലൈറ്റ് 401ന്റെ അപകട വാർത്ത പഴയതാവുകയും ജനങ്ങൾ അത് പതിയെ മറക്കാൻ തുടങ്ങുകയും ചെയ്തു. വിമാന കമ്പനിയും അതുപോലെ തന്നെ വിചാരിച്ചു, ഇപ്പോൾ കാലമേറെ കഴിഞ്ഞല്ലോ, ഇതെല്ലാം മറന്ന് മുന്നോട്ട് പോകണം എന്ന്. അങ്ങനെ അവർ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചപ്പോൾ ഫ്ലൈറ്റ് 401ന്റെ തകർന്ന അവശിഷ്ടങ്ങളിൽ നിന്നും ഇനിയും ശരിയായി പ്രവർത്തിക്കുന്ന ഭാഗങ്ങൾ, സ്ക്രാപ്പ് മെറ്റീരിയലുകളും എടുത്ത് പുതിയ വിമാനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ ആ സ്ക്രാപ്പ് ഭാഗങ്ങൾ ഉപയോഗിച്ചത് ഫ്ലൈറ്റ് നമ്പർ 318ലായിരുന്നു. ഇപ്പോൾ ആ വിമാനങ്ങൾ വീണ്ടും സർവീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആദ്യം എല്ലാം സാധാരണമായിരുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പോലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഫ്ലൈറ്റ് 401ന്റെ സ്പെയർ പാർട്സ് ഉപയോഗിച്ചിരുന്ന വിമാനങ്ങളിൽ ചില വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് പതിവായി ഒരു തോന്നൽ, അവരുടെ പക്കൽ ആരോ ഇരിക്കുന്നത് പോലെ. അവിടെ യഥാർത്ഥത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. സീറ്റുകൾ മുഴുവനും കാലിയായിരുന്നു. പക്ഷെ അതിനിടയിലും ആളുകൾക്ക് തോന്നിയത് അവരുടെ അടുത്ത് ആരോ ഇരിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ ഒരു ദിവസം ഒരു പ്രത്യേക ഫ്ലൈറ്റിൽ ഒരു വിചിത്ര സംഭവം നടന്നു. ഒരു എയർ ഹോസ്റ്റസ് എല്ലാവർക്കും സർവീസ് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഒരു ശൂന്യമായ സ്ഥലത്തിന്റെ അടുത്തേക്ക് പോയി. അവിടെ സാധാരണയായി ആരും ഇരിക്കാറില്ല. പക്ഷെ അവൾ അവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. അതും അവളോട് ഓർഡർ പറയുന്നുവെന്ന പോലെ. അവൾക്ക് കൂടുതൽ ഞെട്ടൽ തോന്നിയത്
ഓർഡർ പറഞ്ഞത് ആരാണ് എന്ന് മനസ്സിലായപ്പോഴാണ്. അതാ വിമാനത്തിലെ തന്നെ പൈലറ്റ് ആയിരുന്നു. കാരണം പൈലറ്റിന്റെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഇതവൾക്ക് അത്യന്തം വിചിത്രമായി തോന്നി. ഇവൻ ഇവിടെ എങ്ങനെ? അവൻ കോക്പിറ്റിലായിരിക്കേണ്ടതല്ലേ? അതുറപ്പാക്കാൻ അവൾ ഉടൻ കോക്പിറ്റിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ 2 പൈലറ്റുകളും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ആശയക്കുഴപ്പത്തിലായി. ഞാൻ കണ്ടത് പിന്നെ ആരെയാണ്? വീണ്ടും അവൾ ആ സീറ്റിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ ഇപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവൾ സമീപ സീറ്റിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനോട് ചോദിച്ചു, ഇവിടെ ഇരുന്നിരുന്ന പൈലറ്റ് എവിടെ പോയി എന്ന്. ആ യാത്രക്കാരൻ അത്ഭുതത്തോടെ പറഞ്ഞു, ഏത് പൈലറ്റ്? ഇവിടെ ആരും ഇരുന്നിട്ടില്ല എന്ന്. ഇതിനവൾ പറഞ്ഞത്, ഇല്ലില്ല, ഞാൻ ഇപ്പോഴാണ് ഇവിടെ വന്നത്. ഇത് കേട്ട യാത്രക്കാരൻ മറുപടി നൽകി, അതെ, നിങ്ങൾ ഇവിടെ വന്നു, അത് ഞാൻ കണ്ടു. പക്ഷേ നിങ്ങൾ ആരോടും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെയാണ് സംസാരിച്ചത്. എനിക്ക് തോന്നിയത് നിങ്ങൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തടസ്സപ്പെടുത്താത്തത്. പക്ഷെ നിങ്ങൾ ആരോടാണ് സംസാരിച്ചത്? ഇതിനവൾ എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞു. ഇത് കേട്ട യാത്രക്കാരൻ ഒരു സംശയത്തോടെ ആ എയർ ഹോസ്റ്റസിനെ നോക്കാൻ തുടങ്ങി. ഇതെന്താണ് നടക്കുന്നത്? ഇവൾ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് സംസാരിച്ച് വീണ്ടും പോയി. പക്ഷേ ആ എയർ ഹോസ്റ്റസിന് ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമായി മാറി. കാരണം അവൾക്ക് ഉറപ്പായിരുന്നു അവൾ ഒരാളെ കണ്ടു. ഇതെങ്ങനെയാണ് സാധ്യമാവുക? അവൾക്ക് മനസ്സിലായില്ല. അവൾ ഉടൻ തന്നെ മറ്റൊരു എയർ ഹോസ്റ്റസിന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു, ഇവിടെ ഒരാളുണ്ടായിരുന്നു, പൈലറ്റിന്റെ യൂണിഫോം ധരിച്ചിരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മറ്റ് എയർ ഹോസ്റ്റസുകളും പറഞ്ഞു, ഞങ്ങളും ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരിക്കലും ആരെയും കണ്ടിട്ടില്ല. അവിടെ ആരും ഇരുന്നിട്ടില്ലെന്ന പോലെ തോന്നും. പക്ഷേ എന്തോ ഒരാൾ അവിടെ ഉണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ടാകും. ഇതൊരു ഫ്ലൈറ്റിൽ മാത്രം സംഭവിച്ച കാര്യമല്ല. ഇത് പതിയെ ഒരു വാർത്തയായി പടർന്നു. ഒരു പ്രത്യേക ഫ്ലൈറ്റിൽ ഒരു പൈലറ്റ് ഉണ്ടെന്നും ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്നും ഒരു വാർത്ത പടർന്നു. പ്രത്യേകിച്ച് എയർ ഹോസ്റ്റേഴ്സിനെയും ഫ്ലൈറ്റ് അറ്റൻഡന്റുകളെയും. ഇക്കാരണത്താൽ ആ ഫ്ലൈറ്റിൽ ആളുകൾ യാത്ര ചെയ്യാൻ തന്നെ പേടിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്തരം ഭൂതപ്രേത കഥകളിൽ ആരും എളുപ്പത്തിൽ വിശ്വസിക്കാറില്ല. എന്നാൽ ഒരു ദിവസം അതേ ഫ്ലൈറ്റിൽ സംഭവിച്ച ഒരു സംഭവം അതെല്ലാവരുടെയും ധാരണ മാറ്റി. അത് ഫ്ലൈറ്റ് നമ്പർ 318 സംഭവം. അന്ന് ഫ്ലൈറ്റ് സാധാരണ സമയത്തും സാധാരണ റൂട്ടിലും യാത്ര ചെയ്യുകയായിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഈ ഫ്ലൈറ്റിൽ ഭൂതം കാണപ്പെടുന്നു എന്ന ഭയത്തിൽ സാധാരണയായി ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് ആ ഫ്ലൈറ്റ് എപ്പോഴും കാലിയായിരിക്കും. പക്ഷെ ആ സമയം ഹോളിഡേ സീസൺ, സമ്മർ വെക്കേഷൻ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് വിമാനം നിറഞ്ഞിരുന്നു, കൂട്ടം കൂടിയ ആളുകൾ. ആ ഫ്ലൈറ്റിൽ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു. അവളുടെ പേര് ഫി മേരി ദത്ത. അവൾക്ക് 150 പേർക്ക് ഭക്ഷണം തയ്യാറാക്കേണ്ടിയിരുന്നു, അതും വെറും 2 മണിക്കൂറിനുള്ളിൽ. അതുകൊണ്ട് അവൾ ഉടൻ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. മറ്റ് എയർ ഹോസ്റ്റസുകളും അവരുടെ ജോലി തിരക്കിലായിരുന്നു. ഇപ്പൊ ഈ ഫേമേരി ജോലിക്കിടയിൽ ആ കർട്ടൻ ഒന്ന് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് നോക്കി. എല്ലാവരും ശാന്തമായിരിക്കുകയാണ്. ഡിം ലൈറ്റുകൾ മാത്രം ഓൺ ആയിരുന്നു. ആരും ഒന്നും സംസാരിക്കുന്നില്ല, മിക്കവാറും ഉറങ്ങുന്നത് പോലെ. മറ്റ് എയർ ഹോസ്റ്റസുകൾ തമ്മിൽ പതുക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയം വരെയും ഫേമേരിക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം അവളുടെ ജോലി പൂർത്തിയാക്കണം. ഇപ്പോൾ അവൾക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം, ഭക്ഷണം ചൂടാക്കുക. അതിനായി അവൾ ഓവന്റെ അടുത്തേക്ക് പോയി. പക്ഷെ ഓവൻ തുറക്കാൻ പോകുമ്പോൾ അവൾ ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചു. ഓവന്റെ മുൻവശത്ത് ഒരു പ്രതിബിംബം, ഒരു റിഫ്ലക്ഷൻ കാണപ്പെട്ടു. അതൊരു മനുഷ്യന്റെ പ്രതിബിംബമായിരുന്നു. ആ പ്രതിബിംബം വീണ്ടും വീണ്ടും എന്തോ പറയുന്നുണ്ടായിരുന്നു. ശ്രദ്ധിക്കൂ, ഈ ഫ്ലൈറ്റിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. ഫേമേരി വെദർ ഒന്നും പറയാതെ അങ്ങനെ സ്റ്റക്കായി നിന്നു. അവൾ ആ പ്രതിബിംബം മാത്രം നോക്കി നിന്നു. അതേ വാക്കുകൾ വീണ്ടും വീണ്ടും കേട്ടു. ശ്രദ്ധിക്കൂ, ഈ ഫ്ലൈറ്റിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞ് ഫേമേരിക്ക് ഒരല്പം ബോധം തിരികെ കിട്ടി. അവൾ പെട്ടെന്ന് അലർട്ടായി. ഇതാരെങ്കിലും അറിയിക്കണമെന്ന് വിചാരിച്ചു. അവൾ ഓടി ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ അടുത്തേക്ക് പോയി. അയാളോടെല്ലാം പറഞ്ഞു. ഇവിടെയും സാധാരണയായി ഇത്തരം കാര്യങ്ങളിൽ ആരും വിശ്വസിക്കാറില്ല. പക്ഷെ ഈ സമയത്ത് അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. ഫ്ലൈറ്റ് എഞ്ചിനീയർ അവിടെ എത്തിയപ്പോൾ അവനും അതേ പ്രതിബിംബം കണ്ടു. അതെ, എനിക്കും ഇത് കാണുന്നുണ്ട്. ഇവനെ എനിക്കറിയാം. ഇവൻ മറ്റാരുമല്ല, എൻ്റെ സുഹൃത്താണ്. ഫ്ലൈറ്റ് 401 ക്രാഷിൽ മരിച്ചവൻ. അവൻ ആ ഫ്ലൈറ്റിലെ എഞ്ചിനീയർ ആയിരുന്നു. ആ പ്രതിബിംബം പറയുന്ന എല്ലാ കാര്യങ്ങളും ഫ്ലൈറ്റ് എഞ്ചിനീയർ വ്യക്തമായി കേട്ടു. അന്ന് അവൻ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തകരും എയർ ഹോസ്റ്റസുകളും ഫ്ലൈറ്റ് അറ്റൻഡന്റുകളും എല്ലാവർക്കും അത് കേൾക്കാൻ കഴിഞ്ഞു. അതുവഴി കടന്നുപോയവരെല്ലാം അത് കണ്ടു. എല്ലാവരും ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ആരോ നിൽക്കുന്നു ഈ കോണിൽ. അവന്റെ ശബ്ദം വ്യക്തമായി കേട്ടു. അവൻ ഉച്ചത്തിൽ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ശ്രദ്ധിക്കൂ, ഈ ഫ്ലൈറ്റിൽ എപ്പോൾ വേണമെങ്കിലും തീ പിടിക്കാം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാധാരണ ഹൊറർ കഥകളിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഭൂതമോ പ്രേതമോ കാണുന്നത്. പക്ഷേ ഈ ഫ്ലൈറ്റ് നമ്പർ 318 സംഭവിച്ചത് വ്യത്യസ്തമായിരുന്നു. ഇവിടെ ഏകദേശം എല്ലാ യാത്രക്കാരും ആ പ്രതിബിംബം കണ്ടിരുന്നു. എല്ലാവരും ആ ശബ്ദം കേട്ടിരുന്നു. അതൊരു മനുഷ്യന്റെ ശബ്ദമല്ല.
ജീവിച്ചിരുന്ന ആരുടെയും ശബ്ദമല്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ആ പ്രതിബിംബത്തിലുള്ള ആൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായി? അവൻ പറഞ്ഞല്ലോ ഈ ഫ്ലൈറ്റിൽ തീ പിടിക്കും എന്ന്. അതെന്തായി പിന്നീട്? അവർ ആ മുന്നറിയിപ്പ് വളരെ ഗൗരവമായി എടുത്തു. ഫ്ലൈറ്റ് എഞ്ചിനീയർ ഉടൻ നിർദ്ദേശിച്ചു ഈ വിമാനം എത്രയും വേഗം ലാൻഡ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ വിമാനം ലാൻഡ് ചെയ്തു. ലാൻഡിങ്ങിന് ശേഷം വിമാനം സർവീസിങ്ങിന് അയച്ചു. പക്ഷേ സർവീസിങ്ങിനിടെ ഒരു അതിശയകരമായ കാര്യം, വിമാനത്തിൽ തീപിടിക്കാൻ കാരണമാകുന്ന ഒരു തരം പ്രശ്നവും കണ്ടെത്താനായില്ല. വിമാനം പൂർണ്ണമായും നോർമലായിരുന്നു, ഒട്ടും പ്രശ്നമില്ലാതെ. അതിനാൽ ടെക്നീഷ്യന്മാർ തീരുമാനിച്ചു ഇത് വീണ്ടും പറക്കാൻ തയ്യാറാണെന്ന്. അങ്ങനെ ആ വിമാനത്തിന് വീണ്ടും പറക്കാനുള്ള അനുമതി ലഭിച്ചു. പക്ഷേ ആ വിമാനത്തിന്റെ ആദ്യ ടേക്ക് ഓഫ് സമയത്ത് തന്നെ വിമാനം ആകാശത്തിന് നടുവിൽ വെച്ച് പെട്ടെന്ന് പ്രവർത്തനം നിലച്ചു. എഞ്ചിൻ പ്രവർത്തനം നിലച്ചു. വിമാനത്തിന്റെ മുഴുവൻ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അപ്പോൾ പൈലറ്റുകളും ഫ്ലൈറ്റ് അറ്റൻഡൻസും വിമാനം വീണ്ടും പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഒന്നും ഫലിച്ചില്ല. അപ്പോൾ അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഇപ്പോൾ എഞ്ചിനീയർ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയാൽ 100% തീപിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെയാണ് അവർക്ക് ആ മുന്നറിയിപ്പ് ഓർമ്മ വന്നത്. ഭാഗ്യവശാൽ വിമാനം വീണ്ടും പ്രവർത്തനം തുടങ്ങി. അവസാനം അത് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഈ എല്ലാം സംഭവിച്ചിരുന്നെങ്കിൽ ആ ഭൂതം പറഞ്ഞതെല്ലാം സത്യമായേനെ. ആ ഭൂതം മറ്റാരുമല്ല, ഡോൺ റെപ്പോ എന്നയാൾ. അയാൾ നേരിട്ട ആ ഭീകര അപകടം മറ്റാരും അനുഭവിക്കരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അയാൾ മുൻകൂട്ടി എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയത്. ഈ ഫ്ലൈറ്റിൽ എന്തോ തെറ്റാണ് എന്ന്. അതിനുശേഷം ഇങ്ങനെ പല മുന്നറിയിപ്പുകളും വിമാനത്തിലെ സ്റ്റാഫിനും സർവീസ് ടീമിനും ലഭിക്കാൻ തുടങ്ങി. പറഞ്ഞു വന്നാൽ ഒരു ആത്മാവ് തന്നെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു. കാരണം ചിന്തിച്ചു നോക്കുക, ഒരു മനുഷ്യന്റെ ഒരു ചെറിയ പിഴവ് കൊണ്ട് ഇത്രയും ആളുകൾ മരിച്ചു. അതുതന്നെയാണ് പിന്നീട് ഒരു വലിയ ചരിത്രപരമായ തീരുമാനമെടുക്കാൻ കാരണമായത്. ഫ്ലൈറ്റ് കമ്പനികളുടെ ഉടമകൾ തീരുമാനിച്ചു ഫ്ലൈറ്റ് 401 നിന്നും എടുത്ത എല്ലാ സ്പെയർ പാർട്സും ഉടൻ തന്നെ നീക്കം ചെയ്യണം. കാരണം അവർക്ക് ഭയമുണ്ടായിരുന്നു, ഡോൺ റെപ്പോയുടെയും മറ്റു പൈലറ്റുമാരുടെയും ആത്മാക്കൾ ആ സ്പെയർ പാർട്സിൽ ഒളിഞ്ഞിരിക്കാമെന്ന്. ഭാവിയിൽ അത് ആളുകളെ ഉപദ്രവിക്കാനും സാധ്യതയുണ്ടെന്ന്. ഫ്ലൈറ്റ് 318 കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു ക്രൂ മെമ്പർ ഉണ്ടായിരുന്നു. അവൻ വളരെ ദൈവവിശ്വാസിയായിരുന്നു. അതിനാൽ മറ്റ് ക്രൂ മെമ്പേഴ്സ് അവനോട് പറഞ്ഞു, ഈ രഹസ്യം എന്നും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല, ഇന്നും അങ്ങനെ തന്നെയാണെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ അടുത്തിടെ നിങ്ങൾ യാത്ര ചെയ്ത ഏതെങ്കിലും ഫ്ലൈറ്റിൽ പോലും ആ സ്പെയർ പാർട്സ് ഉണ്ടായിരിക്കാം. പല ഇന്റർനെറ്റ് ആർട്ടിക്കിളുകളിൽ പറയുന്ന പോലെ നിങ്ങൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിചിത്രമായ തണുപ്പ്, ഗൂസ് ബംസ് അനുഭവപ്പെടാറില്ലേ? അതിന് കാരണമായി പറയുന്നത് ആ വിമാനത്തിൽ ഫ്ലൈറ്റ് നമ്പർ 401 സ്പെയർ പാർട്സ് ഉണ്ടായിരിക്കാം എന്നാണ്. അടുത്ത തവണ നിങ്ങളൊരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നതാകാം ഡോൺ റെപ്പോ, അല്ലെങ്കിൽ ആ അപകടത്തിൽ മരിച്ച മറ്റൊരു യാത്രക്കാരൻ്റെ ആത്മാവ്. അവർ അനുഭവിച്ച ആ വേദന നിങ്ങളും അനുഭവിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതുതന്നെയാണ് കാരണം ഫ്ലൈറ്റ് നമ്പർ 401 കഥ വിമാനയാന ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും ദുഃഖകരമായ കഥയായി ഇന്നും കണക്കാക്കപ്പെടുന്നു. വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു ഫ്ലൈറ്റിൽ കയറാൻ പോകുമ്പോൾ ആരോ വന്ന് നിങ്ങളോട് പറയുകയാണ് ഈ ഫ്ലൈറ്റിൽ കയറരുത്, ഇതിനൊരു അപകടകരമായ ചരിത്രമുണ്ടെന്ന്. അത് കേട്ട് ആ ഫ്ലൈറ്റിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറാകുമോ അതോ തിരികെ ഇറങ്ങുമോ? ആ ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങുന്നതാണ് നല്ലത്. കാരണം അവൻ നിങ്ങളെ ഒരു ഭീകരമായ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വന്നവനാകാം. ഈ ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള ഹൊറർ, മിസ്റ്റീരിയസ്, ഹിസ്റ്റോറിക്കൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.